മധു, ഈ 9-ാം ദിവസം ഈ റിട്ടയർഡ് മേജറിന്റെ സാന്നിധ്യത്തിലുള്ള ഒരു തെരച്ചിലാണല്ലോ നടത്തുക. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും മാസ്റ്റർ പ്ലാൻ എങ്ങനെയായിരിക്കും ഈ തെരച്ചിൽ ഇന്ന് ഇവർ ആരംഭിക്കുക? ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് വ്യക്തമാണോ? ആരെങ്കിലും നമ്മളോട് അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടോ ഇതിനോടകം? മേജർ ഇന്ദ്രപാലൻ തന്നെ ഇക്കാര്യം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു മോത്തി. കാരണം കൂടുതൽ സുസജ്ജമായി എത്തുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ കൂടുതൽ ആഴങ്ങളിലേക്ക് ചെന്നെത്താവുന്ന യന്ത്രക്കൈ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ. കാരണം ശബ്ദ സിഗ്നലുകളെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം ഫലവത്തല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ തെരച്ചിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ്. കാരണം ഏതെങ്കിലും ഒരു ലോഹപാളിയിലേക്ക് നിന്ന് ഈ സ്വാഭാവികമായിട്ടും സിഗ്നൽ കിട്ടും. അതൊരു പക്ഷേ ലോറിയുടേതാവണമെന്നില്ല. പാറയിലെ വലിയ തോതിലുള്ള ലോഹ സാന്നിധ്യം പോലും അത്തരത്തിലൊരു സിഗ്നലായി മാറുന്നു. അത് പക്ഷേ നൽകുന്ന പ്രതീക്ഷകൾ, നേരത്തെ മോത്തി പറഞ്ഞ പോലെ തന്നെ ആ പ്രതീക്ഷകൾക്ക് അടിസ്ഥാനമില്ലാതാവുകയും നമ്മൾ കൂടുതൽ നിസ്സഹായരായി മാറുകയും ചെയ്യുന്നു. അത് ആ ശാസ്ത്രീയമായ തെരച്ചിലുകൾ പോലും പ്രാർത്ഥനകളായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്നു. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ആ വൈകാരിക പ്രതികരണങ്ങൾക്ക് അപ്പുറത്ത് ഇനി ശാസ്ത്രീയമായി നമുക്ക് എന്ത് ചെയ്യാനാവും? ഈ പുതിയ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിനനുസരിച്ച് സുസജ്ജമായി സേനാ വിഭാഗങ്ങൾ, കരസേനയുണ്ട്, നാവികസേനയുണ്ട്, ദുരന്ത നിവാരണ സേനയുണ്ട്, കർണാടകയുടെ മുഴുവൻ സംവിധാനങ്ങളെയും ഇപ്പോൾ ഇവിടെ ഏകോപിപ്പിച്ചിട്ടുണ്ട്. അങ്കോലയിലെ ഈ ആ ചെറിയ സ്ഥലത്തേക്ക്, അപകടമുണ്ടായ അപകട മുനമ്പിലേക്ക് എല്ലാവരെയും എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗംഗാവല്ലിപ്പുഴ ഇരമ്പിയാർത്ത് എത്തുകയാണ്. ചുമന്ന നിറത്തിൽ കലങ്ങിയാർക്കുന്ന മണ്ണുമായി അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് തടസ്സങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ പേടിപ്പിക്കുന്ന വിധത്തിൽ അന്തരീക്ഷം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് ഇതേ അവസ്ഥയാണ്. മഴ പെയ്തിട്ടില്ല. പക്ഷേ ആ മഴ ഏത് നിമിഷവും ധൈര്യമായി ഒന്ന് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള കാലാവസ്ഥയാണ് ഇവിടെ നിൽക്കുന്നത്. രാവിലെ പുലർച്ചെ ഞങ്ങൾ ഉണർന്നപ്പോൾ വലിയ മഴയായിരുന്നു. അത് ആ മഴയ്ക്ക് തെല്ലൊന്ന് ശമനം വന്നതെങ്കിലും കഴിഞ്ഞ 1 മണിക്കൂറായി ഇപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷേ അതൊക്കെ അപ്പോഴും നമ്മുടെ സേനാ വിഭാഗങ്ങൾ സജ്ജമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ യന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീധരൻ നേരത്തെ പറഞ്ഞിരുന്നു, വൈകാരിക പ്രതികരണങ്ങൾക്കൊക്കെ അപ്പുറത്ത് എത്രത്തോളം കൃത്യമായിട്ട് യന്ത്രങ്ങൾ എത്തിക്കും. എം പിയും അത് നേരത്തെ MK രാഘവനും പറയുന്നുണ്ടായിരുന്നു, യന്ത്രങ്ങൾ കൊണ്ടുവന്നുള്ള ഒരു പരിശോധന ആർമിയും അതിലേക്ക് എത്തുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മഴ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇത് ശക്തിയായി പെയ്യുമെന്ന് തന്നെ തോന്നുന്നു സൂചനകൾ കണ്ടിട്ട്. അതായത് ആകാശം നോക്കൂ, വല്ലാതെ ഇരുണ്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ മധുവട്ടം പറഞ്ഞ പോലെ 1 മണിക്കൂറായിട്ട് വല്ലാതെ ഇരുണ്ട് നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആകാശം ഉള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ചുറ്റുമുള്ള മറ്റ് മൃഗ ജന്തു പക്ഷി ജാലങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം കാണുമ്പോൾ സത്യത്തിലൊരു ഭീതി ഉള്ളിലുണ്ട്. ആശങ്ക ഇവിടെ പങ്കുവച്ചു എന്ന് മാത്രം. ഏതായാലും ഇന്ന് മാനുഷിക ശേഷിക്ക് അപ്പുറത്ത് ഉള്ള യന്ത്ര സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് പരിശോധനകളൊക്കെ നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇങ്ങനെയൊരു മഴ പെയ്യുന്നത് ഒട്ടും ഭൂഷണമല്ല, അല്ലെങ്കിൽ ഒട്ടും നല്ലതല്ല. അതായത് ഇത് രക്ഷാപ്രവർത്തനത്തെ പിന്നോട്ടടിക്കാൻ ഉപകരിക്കൂ. നമ്മൾ ഈ യന്ത്രങ്ങളൊക്കെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ പോലും ആ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് വേണം. ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ സാർ അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം ഈ ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഭൂമിക്കടിയിലുള്ള മണ്ണിനടിയിലുള്ള കാര്യങ്ങൾ, ഒബ്ജക്റ്റുകൾ കണ്ടെത്താൻ സാധിക്കുന്ന തരത്തിലുള്ള മെഷീനൊക്കെ ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന് മുൻപരിചയമുണ്ട്. മേജർ ജനറൽ ആയിരുന്നു. ഒരുപാട് മുൻപരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഏതായാലും അതിൽ നിന്ന് നമുക്ക് ഈ ഒബ്ജക്റ്റ് ലോറി എവിടെയുണ്ട് എന്ന് കണ്ടെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷ വയ്ക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റേ ബൂം ലെങ്ത് എന്നുള്ള ആ ഒരു യന്ത്രം, അത് 60 അടി താഴ്ചയിലേക്ക് വരെ അതിൻ്റെ കൈകൾ ചെന്നെത്തും. അതുകൊണ്ട് ആ സംവിധാനം ഉപയോഗിച്ചും തിരച്ചിൽ നടത്തുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഈ പുഴയ്ക്ക് നടുവിലെ മൺകൂനയിലെ പരിശോധന. അവിടെ ഇന്നലെ നമുക്ക് റഡാറിൽ നിന്ന് സിഗ്നലുകൾ ലഭിച്ചിരുന്നു. പക്ഷേ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതിന് പ്രധാന കാരണം ഈ ലോഹം നമുക്ക് സെൻസ് ചെയ്യും. എന്തുമാവാം, പാറയാവാം, ടവറാവാം, എന്തുമാകാം. അതുകൊണ്ട് തന്നെ അതിനെ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ഏതായാലും അത്തരത്തിൽ പല വിധത്തിലുള്ള പരിശോധനകളാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ മുതൽ പറയുന്നത് ഇന്നത്തെ ദിവസം നിർണായകമാണ്. പ്രത്യേകിച്ച് ഇനിയുള്ള തിരച്ചിൽ, നാളെ മുതലുള്ള തിരച്ചിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുക ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു തിരച്ചിലാവും. ഏതായാലും മഴ വളരെ ശക്തിയായിട്ട് പെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതേതായാലും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം
സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീധര, ഇന്നലെ നമ്മൾ കണ്ടൊരു കാര്യം ഇതാണ്. മഴ കുറച്ചുകൂടി ശക്തിയായി പെയ്യുന്നതോടൊപ്പം ഇന്നിപ്പോൾ കാറ്റില്ല. ഇന്നലെ വലിയ തോതിൽ കാറ്റ് കൂടി വരുമ്പോൾ പറഞ്ഞതിൻ്റെ പിന്നാലെ കാറ്റും വരുന്നു. പക്ഷേ അതിനപ്പുറത്ത് വിസിബിലിറ്റി തീർത്തും കുറയുന്നു. നമുക്കൊരു 5-10 മീറ്ററിനപ്പുറത്തേക്കുള്ള കാഴ്ച തന്നെ മാഞ്ഞു പോകുന്ന ഒരു അവസ്ഥ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നലെയൊക്കെ കണ്ടിരുന്നു. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, വലിയ തോതിലുള്ള പുറത്തേക്ക് എണീക്കുമ്പോൾ പുറത്ത് നോക്കുമ്പോൾ മാനത്തേക്ക് നോക്കുമ്പോൾ പേടിയാവുന്ന വിധത്തിലാണ്, കറുത്തിരണ്ട് നിൽക്കുകയാണ് മാനം എന്നുള്ളത് പേടിപ്പിക്കുന്നൊരവസ്ഥയാണ് എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും പുഴയിലെ തെരച്ചിലിന് ഈ പെയ്യുന്ന മഴയ്ക്ക് പിന്നാലെ ഈ കലക്കം കൂടിക്കൊണ്ടേയിരിക്കുന്നു. കലങ്ങിയാണ് വരുന്നത്, പക്ഷേ ആ കലക്കത്തിനെ കുറച്ചുകൂടി ഇരച്ചെത്തുന്ന ഈ മണ്ണ്, നദിയിലേക്ക് തള്ളി മാറ്റപ്പെടുന്ന ചെളി, ഇതൊക്കെ കൂടുതലായിട്ട് ഈ കലക്കം കൂട്ടുന്നൊരവസ്ഥയാണ്. ഈ മോത്തി പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമുക്ക് ധൈര്യമായി വിശ്വസിച്ച് നദിയിലേക്ക് ഇറങ്ങാൻ എത്രത്തോളം കഴിയും? യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് ആ യന്ത്രക്കൈയൊക്കെ ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കാൻ മനുഷ്യൻ്റെ കൈ കൂടി വേണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തോളം അത്തരത്തിലുള്ള കാര്യങ്ങൾ എത്രയ്ക്ക് അത് വളരെ നിർണായകമാണ്. കാരണം ഈ അന്വേഷണങ്ങളും ഈ തെരച്ചിലുകളുമൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരിടുന്നൊരു വലിയ പ്രശ്നം ഇത് തന്നെയാണ്. കാരണം കൂടുതൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൂടുതലായി അവിടേക്ക് ആളുകളെ എത്തിക്കുന്നു, സംവിധാനങ്ങൾ എത്തിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇത് രാവിലെ 6 മണിക്ക് നമ്മളിവിടെ എത്തിയതാണ്. ആ സമയം മുതൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് എത്രത്തോളം ശാസ്ത്രീയമായ ഒരു തിരച്ചിൽ ഈ പുഴയിൽ നടത്താനാകും എന്നുള്ളതാണ് പ്രധാനം. അതിന് MK രാഘവൻ നേരത്തെ പറഞ്ഞത് 30 മീറ്റർ എന്നാണ്. എന്തായാലും ഇവിടെ എല്ലാവരും പറയുന്നത് 60 അടിയോളം 40 അടിയോളം ചേർന്നിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പുഴയിലെ ചില ഭാഗങ്ങളിലെ കണക്ക്. പക്ഷേ അതിനപ്പുറത്ത് എത്രത്തോളം എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാവാത്ത വിധത്തിൽ പലയിടത്തും വലിയ തോതിൽ ഈ ബോർഡുകളൊക്കെ ബ്ലോക്കുകളൊക്കെ പറത്തിക്കൊണ്ടുപോകുന്ന വിധത്തിൽ കാറ്റ് അതിശക്തമാവുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇത് തന്നെയാണ് നമുക്ക് അവിടെ എത്രത്തോളം നിൽക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത് ഈ നദിക്കുള്ളിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് കാര്യങ്ങൾ കുറച്ചുകൂടിയാണ്. നമ്മളിപ്പോൾ ഒരു ഉറച്ച പ്രതലമെങ്കിലും നമുക്കുണ്ട്, പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് വാഹനങ്ങൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ പറയുന്ന വിധത്തിൽ കാലാവസ്ഥ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. രാവിലെ മുതൽ ഇത് തന്നെയായിരുന്നു മോത്തി. രാവിലെ മുതൽ നമ്മൾ കാണുന്നത്, നമ്മൾ പുലർച്ചെ ഇറങ്ങുന്ന നിമിഷം മുതൽ മാനത്ത് നോക്കുമ്പോൾ പേടിയാവോ? അത്തരത്തിൽ കൂരിരുട്ട് അടച്ച് മഴ പെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ഇപ്പോൾ മഴയേക്കാൾ കൂടുതൽ കാറ്റുണ്ട്. അത് പക്ഷേ വലിയൊരു കാറ്റ് വരുമ്പോൾ പലപ്പോഴും നമ്മൾ ആശ്വസിക്കാറുണ്ട്, ഈ മുകളിലുള്ള മേഘങ്ങളെയൊക്കെ ഇതങ്ങ് അടിച്ചു കൊണ്ടുപോകും, അപ്പം മഴയ്ക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയേക്കുന്നൊക്കെ നമ്മുടെ അത് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു മലയോരത്തുള്ളൊരു മേഖലയാണ്. കാറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്ത് ഒരു പക്ഷേ തിരിച്ച് കൂടുതൽ മഴ പെയ്യാൻ ഇടയാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം സ്വാഭാവികമായി വരുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളുള്ളപ്പോഴും കൂടുതൽ 3 സേനാ വിഭാഗങ്ങൾ, കരസേനയും നാവികസേനയും ദുരന്ത നിവാരണ സേനയും പിന്നീട് കർണാടകത്തിൻ്റെ ദുരന്ത നിവാരണ സജ്ജമാക്കി നിർത്തിയിരിക്കുന്ന സംവിധാനങ്ങൾ അപ്പാടെ ഇവിടെ എത്തിയിരിക്കുന്നു. സന്നദ്ധ പ്രവർത്തകർ ഇന്നില്ല മോത്തി. അത് ഒരു പ്രധാനപ്പെട്ട കഴിഞ്ഞ 8 ദിവസത്തിനപ്പുറത്ത് ഇന്ന് ഇപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് പറയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, സന്നദ്ധ പ്രവർത്തകർ ഇവിടെ ഇല്ല. കാരണം സന്നദ്ധ പ്രവർത്തകർക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇവിടെ. കാരണം മനുഷ്യസാധ്യമായ എല്ലാം ചെയ്തു കഴിഞ്ഞു. അതിശക്തമായ മഴയും കാറ്റും അവിടെ ഉണ്ട് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ എത്രത്തോളം പ്രതികൂല സാഹചര്യത്തിലാണ് നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്, ഒപ്പം നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നവരും നിൽക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഒരു അഭ്യർത്ഥന പോലെ എനിക്കിപ്പോൾ പങ്കുവയ്ക്കാൻ നിങ്ങളോടുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ശക്തമായ മഴയും പ്രതികൂല കാലാവസ്ഥയുമുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ പ്രകൃതി മനുഷ്യനും മുഖാമുഖം നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഈ അപകടങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് സുരക്ഷിതരായിരിക്കൂ എന്ന് മാത്രമാണ് മധു. ആശങ്ക തോന്നുന്നു, അതുകൊണ്ടാണ്. മോത്തി, ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇത് ഏറെക്കുറെ സുരക്ഷിതമാണ്. അപ്പോൾ ഇതിനൊക്കെ പക്ഷേ അപ്പുറത്ത് നമ്മൾ ശരിക്കും ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് ഇതിനപ്പുറത്ത് ഒരു 3-3.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ദുരന്തം ഉണ്ടായ സ്ഥലം. അവിടുത്തെ അവസ്ഥ, കാരണം നമുക്ക് ഇപ്പോൾ ഇവിടെ കഷ്ടി ഒരു 50 മീറ്റർ അപ്പുറത്തുള്ള ഒരു റോഡ് ചെത്തിയെടുത്തതാണ് ഇവിടെ ഉള്ളതെങ്കിൽ
അതിനൊക്കെ അപ്പുറത്ത് വലിയ തോതിൽ 10-100 മീറ്റർ അപ്പുറത്തേക്ക് വലിയ തോതിൽ ഒരു മല പാടച്ചെത്തിയെടുത്ത് 90 ഡിഗ്രിയിൽ മല ചെത്തിയെടുത്താണ് ദേശീയപാത ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ വലിയൊരു മഴ പെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇനിയും ഈ പിളർന്ന് നിൽക്കുന്ന വളരെ അതീവലോലമായ ഒരു പരിസ്ഥിതിയാണ് ഈ പ്രദേശത്തുള്ളത്. അത് വീണ്ടും അപകടത്തിലേക്ക് പോകുമോ? അത്തരത്തിലുള്ള ആശങ്ക ആദ്യ നിമിഷം മുതൽ ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളിങ്ങോട്ട് നോക്കുമ്പോൾ ഒരു 10-400 ട്രക്കുകളാണ് ഈ പാതയിൽ, ഈ ദേശീയപാതയിൽ ഇപ്പോഴും കിടക്കുന്നത്. കഴിഞ്ഞ ഈ സംവിധാനം അത് കടത്തിവിടുന്നത് അസാധ്യമാണ്. അതുകൊണ്ടാണ്, കാരണം മറ്റ് വൈകാരികമായ പ്രതികരണങ്ങൾക്കൊക്കെ അപ്പുറത്ത് അത് കടത്തിവിടുന്നത് ഏത് നിമിഷവും മറ്റൊരു ദുരന്തമുണ്ടാക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. അത്തരത്തിൽ ഇനിയും മനുഷ്യൻ്റെ പ്രാണൻ വെച്ചുകൊണ്ട് കളിക്കുക എന്ന് പറയുന്നത് ഒട്ടും ബുദ്ധിയല്ല. അത് മനുഷ്യൻ്റെ കേവലമായ തിരക്കുകൾക്ക് അപ്പുറത്ത് അത് യുക്തിക്ക് നിരക്കാത്തതല്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇതിവിടെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഇന്നലെ ഒരാഴ്ച കൂടി കഴിഞ്ഞ് ഗതാഗതം ഒരു പക്ഷേ തുറക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു 3 ദിവസത്തിലേക്ക് അപ്പുറത്ത് 3 ദിവസം കൂടി കിടന്നാൽ മതിയാകുമെന്നൊക്കെ ഇവരും പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. കാരണം ഇതിൽ പലതും പെരിഷബിൾ കമ്മോഡിറ്റീസ് ആണ്. അത് ആ ട്രക്കുകളൊക്കെ ഇനി കാര്യങ്ങളൊന്നുമില്ല. കാരണം അതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് നമ്മളൊരു അന്വേഷണം നടത്തുന്നു. ഇപ്പോഴും നമ്മുടെ കണക്കനുസരിച്ച് 2 പ്രാണനെ തേടിയുള്ള ആ പിടച്ചിൽ ഓരോരുത്തരുടെയും നെഞ്ചിലുണ്ട്. അതുമായുള്ള അന്വേഷണം നടത്തുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഈ മേഖല അക്ഷരാർത്ഥത്തിൽ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അത് ശാസ്ത്രീയമായി ചെയ്യാത്തത് കൊണ്ട്, തീർച്ചയായും അങ്ങനെ തന്നെ പറയാം, അത് ശാസ്ത്രീയമായി ചെയ്യാത്തത് കൊണ്ട് ഈ മേഖല മറ്റൊരു വലിയ അപകട മുനമ്പായി മാറുന്നു ഈ പ്രദേശം എന്നുള്ളത് പ്രധാനമാണ്. ഈ മേഖലയിൽ നമ്മൾ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണ ഘട്ടത്തിൽ ഈ ശ്രീധരൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. വളരെ ഫ്രജൈലായിട്ടൊരു മേഖലയാണ്, കൂടുതൽ വളരെ സശ്രദ്ധം വേണം ഇത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതല്ല ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ടായത് എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒന്നാണ്. ശ്രീധര, കാറ്റ് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും എനിക്ക് നിൽക്കാൻ കഴിയില്ല. ഞാൻ തന്നെ അങ്ങോട്ട് പറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, നീങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നു. മധുവേട്ടൻ പറഞ്ഞു നിർത്തിയിരുന്നത് നമുക്ക് മനസ്സിലാക്കാം. പിന്നോട്ട് അങ്ങോട്ടൊന്ന് ക്യാമറ നോക്കിയാൽ ഈ ദൃശ്യങ്ങൾ നമ്മൾ ആദ്യ ദിവസങ്ങൾ തന്നെ നൽകിയിരുന്നു. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തുള്ള ഒരു ചെറിയ കുന്നാണ്. ഇതിനും വളരെ വലുതാണ് ഇപ്പോൾ ഇടിഞ്ഞത്. ഇതിൻ്റെ നോക്കൂ എങ്ങനെയാണ് ഇത് ചെത്തിയെടുത്തിരിക്കുന്നത്. അതിൻ്റെ പള്ള മാന്തിക്കൊണ്ടാണ് ഈ കുന്ന് ചെത്തിയെടുത്തിരിക്കുന്നത്. എങ്ങനെ ഇത് ഒരു ശക്തമായ മഴയെ താണ്ടുമെന്നുള്ളതൊരു വല്ലാത്ത ചോദ്യം തന്നെയാണ്, വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു കുന്നല്ല ഈ മേഖലയിൽ, കൊങ്കൺ മേഖലയിൽ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നിരവധി കുന്നുകളാണ് ഇങ്ങനെ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഇങ്ങനെ മാന്തിയെടുത്തിരിക്കുന്നത്. തുരന്നെടുക്കുകയല്ല, മാന്തിയെടുത്തിരിക്കുന്നത്. ആ കുന്നിൻ്റെ തന്നെ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു പരിസ്ഥിതിക്ക് വല്ലാതെ ആഘാതം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇതിനെ നശിപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് അപകടത്തിന് കാരണം. അപകടം വിളിച്ചു വരുത്തുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്.